ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ സ്മാർട്ടായി 22 വില്ലേജ് ഓഫീസുകൾ. പൊതുജന സേവനം കൂടുതൽ സുതാര്യമാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച സ്മാർട്ട് വില്ലേജ് നിർമ്മാണത്തിന് ജില്ലയിൽ 9.56 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ജില്ലയിലെ 70 വില്ലേജ് ഓഫീസുകളിൽ 40 എണ്ണത്തിന് ആദ്യഘട്ട ഭരണാനുമതി ലഭിച്ചു. 5 ഓഫീസുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനും പൊതുമരാമത്ത് വകുപ്പിനുമാണ് നിർമ്മാണ ചുമതല. വില്ലേജ് ഓഫീസുകളുടെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വേഗത്തിലും കൃത്യതയിലും സേവനം ആവശ്യക്കാർക്ക് എത്തിക്കുകയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും സൌകര്യപ്രദമായ രീതിയിലാണ് ഓഫീസ് രൂപകൽപ്പന. വില്ലേജ്, താലൂക്ക് ഓഫീസുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, തരം മാറ്റം, പോക്കുവരവ്, തണ്ടപ്പേർ പകർപ്പ് തുടങ്ങി 23 തരം സേവനം റവന്യൂ വകുപ്പ് ഓൺലൈനായി നൽകി വരുന്നു. റവന്യൂ ഇ-പേയ്മെന്റ് മുഖേന ഉപഭോക്താക്കൾക്ക് വിവിധ സർക്കാർ ഫീസ്, നികുതികൾ എന്നിവ ഓൺലൈനായി അടയ്ക്കാം. ഇ ഡിസ്ട്രിക്ട് ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമിലൂടെ വിവിധ സർക്കാർ സർട്ടിഫിക്കറ്റുകളും സേവനങ്ങളും ലഭ്യമാണ്. റാന്നിയുടെ ജനകീയ ജലസംരക്ഷണ പദ്ധതിയായ ജലമിത്ര ഭാവിയിലേക്കുള്ള കരുതലെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. റാന്നിയിൽ ജലമിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴവെള്ള സംഭരണം മുതൽ ജലസാക്ഷരത വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതി 18 വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ജലം ശ്രദ്ധയോടെ ഉപയോഗിച്ച് ഭാവിയിലേക്കും പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ്. കുഴൽ കിണറുകൾ, ആർട്ടിഫിഷ്യൽ റീചാർജിംഗ്, കിണർ സംരക്ഷണ പദ്ധതി തുടങ്ങി നിരവധി പ്രവർത്തനം ഇതിന്റെ ഭാഗമായി നടക്കും. ജലസമൃദ്ധമാക്കുന്ന ഈ പദ്ധതിയിലൂടെ വീടുകളിൽ മഴവെള്ള സംഭരണികളും കുഴികളും സാധ്യമാക്കി എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുമെന്ന് പ്രമോദ് നാരായൺ MLA പറഞ്ഞു. ഇതിന്റെ ഭാഗമായി റാന്നിയിലെ 12 സ്കൂളുകളിൽ ഹരിത കേരള മിഷൻ ജലലാബുകൾ ഒരുക്കും. തദ്ദേശ സ്ഥാപന വാർഡ് പുനർവിഭജന പ്രക്രിയ പൂർത്തിയായപ്പോൾ 1042 വാർഡുകളുടെ എണ്ണം 1099 ഗ്രാമപഞ്ചായത്തിൽ 833 ബ്ലോക്ക് പഞ്ചായത്തിൽ 114 ജില്ലാ പഞ്ചായത്തിൽ 17 നഗരസഭയിൽ 135 വാർഡുകളാണ് നിലവിലുള്ളത്. 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയുടെയും തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം പുതുക്കി നിശ്ചയിച്ച 2024 സർക്കാർ ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു പുനർവിഭജനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ചെയർമാനായ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് വാർഡ് വിഭജന പ്രക്രിയ പൂർത്തിയാക്കിയത്. 3 ഘട്ടമായാണ് വാർഡ് പുനർവിഭജന പ്രക്രിയ പൂർത്തിയായത്. ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലും, 2ാം ഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത്, 3ാം ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുമാണ് പുനർവിഭജനം നടത്തിയത്. പത്തനംതിട്ട ടൗൺ റിംഗ് റോഡിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് മുഖ്യ കവാടം മുതൽ അബാൻ ജംഗ്ഷൻ വരെയും അബാൻ ജംഗ്ഷൻ മുതൽ മുത്തൂറ്റ് ഹോസ്പിറ്റൽ വരെയും നാളെ മുതൽ വാഹന ഗതാഗതം താത്കാലികമായി നിരോധിക്കും. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അബാൻ ബിൽഡിംഗിനോട് ചേർന്നുള്ള പാലത്തിന്റെ ഡെക്ക് സ്ലാബ്, ജിംബാലസ് ബിൽഡിംഗിന്റെ മുൻപിൽ പൈൽ ക്യാപ്, പിയർ പ്രവർത്തികൾ ക്രമീകരിക്കുന്നതിനായാണ് ഗതാഗത നിയന്ത്രണം. സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ KSRTC ജംഗ്ഷൻ വഴിയും മൈലപ്രയിൽ നിന്നുള്ള വാഹനങ്ങൾ KSRTC ജംഗ്ഷൻ മിനി സിവിൽ സ്റ്റേഷൻ വഴിയും, അടൂർ ഭാഗത്ത് നിന്നും മൈലപ്ര ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ SP ഓഫീസ് ജംഗ്ഷൻ വഴിയും, അടൂർ ഭാഗത്ത് നിന്നും കുമ്പഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സ്റ്റേഡിയം ജംഗ്ഷൻ TK റോഡ് വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ്. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചു. ഇനി ഓണം പൂജകൾക്കായി അടുത്ത മാസം 3-ന് നട തുറക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.